അങ്കിളെ കിട്ടില്ല കൊത്തു പൊറോട്ടായിരുന്നട്ടാ. ഇതന്നല്ലേ? അതാണ് 10-12 വർഷമായിട്ട് അവന്മാർ നടത്തുന്ന ഹോട്ടലാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾക്കാരൊന്നും കഴിക്കാതെ പിന്നല്ല തമിഴന്മാർ കൊത്തുന്നത് എന്താണ്? അവന്മാർ ഇവിടെ ഒന്ന് കഴിക്കണമെങ്കിൽ അപ്പൊ എന്ത് സെറ്റപ്പ് ആയിരിക്കണം? ഓ സെറ്റപ്പ് കൊത്തു പൊറോട്ടയാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും പോയി കഴിക്കാമേ. എടി എന്നും അങ്ങനെ കഴിച്ചൂടാ. എന്നും കഴിച്ചാ രുചി അങ്ങ് നഷ്ടപ്പെടും. എന്നാ നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം പോയി കഴിക്കാം. ഒരു വട്ടമൊക്കെ ഓക്കെ. 2 വട്ടം അങ്ങനെ വേണ്ട. വേണ്ടേ? ഞാൻ കൊണ്ടുപോകണില്ല നിന്നെ. എന്നാ ഒരു വട്ടം മതി. എന്നാ ഓക്കെ. അങ്കിളെ നമ്മൾ നടന്ന് പൊന്മുടി എത്തി. അങ്ങനെ നോക്ക് പർവ്വതം. എന്തോ ഇതെന്തത് കോട കമത്തി വെച്ചാ അങ്ങനെ കേട്ട തലയിട്ടടിച്ചിരി. അല്ല വർഷോപ്പിൽ പണിയൊന്നുമില്ലേ അതോ വെറുതെ കുത്തിയിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി വന്നത്. ഉണ്ണിയാശാൻ ഉണ്ണിയപ്പോ ഇതില് കുട്ടിയുണ്ട്. നീ അവളെ വിട്ട് പറയിപ്പിച്ചത്. എന്റെ പൊന്നച്ഛ, അച്ഛ ഈ പെരുമ്പാൻ പേരെ എടുത്തിട്ട് ഇങ്ങനെ കിടക്കണ പോലെ കിടക്കണമുണ്ട്. അവള് ചോദിച്ചത് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഓ നിന്നെ പോലെ പുതുങ്ങി ചതയും കൊണ്ട് ഞാൻ നടക്കേയില്ല കേട്ടാ. നോക്ക്, എന്റെ ആയ കാലത്തുണ്ടല്ലേ എന്റെ ശരീരം കണ്ടിട്ടുണ്ടെന്ന്. എവിടെ കാണാൻ? ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഉരുക്ക് പോലെ ഇരുന്ന് ഇതുപോലെ മഞ്ഞപ്പത്തം പിടിച്ച ശരീരമൊന്നും അല്ലാതെ. സിക്സ് പാക്ക് ഉണ്ടായിരുന്നോ? അതുക്കും മേലെ ഫാമിലി പാക്ക് ആയിരുന്നല്ലേ. എന്താടാ എന്നെ കളിയാക്കി നീ ഇന്ന് ചിരിക്കണ? അവളൊരു നല്ല കോമഡി പറഞ്ഞു, ഞാൻ ചിരിച്ചു. നീ ഇടയിട്ട് കട്ട കോമഡിയാണ് കേട്ടോ. 100 മാർക്ക്, 100-100. എന്റെ പൊന്നപ്പോ ഈ വയറും വെച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടല്ല. ഇങ്ങോട്ട് എത്ര നാളായി കമന്ന് നടന്നിട്ട്? കമന്നൊന്നും കിടക്കാറില്ല. കമന്ന് കിടക്കാൻ പറ്റൂല, എയറിലല്ലേ കിട്ടണത്. പിന്നെ ഇതെന്തോന്നത്? പക്ഷെ ഒരു കാര്യമുണ്ടോടി, എന്റെ അച്ഛൻ വയറ് ഉറച്ച പിന്നെ ഷാറൂഖ് തന്നെ മുടി ഒരു ശകലം. അത് ശരിയാ. ആവശ്യമല്ല. അപ്പൊ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നല്ല ഭാവി ഉണ്ട് കേട്ടോ. അതങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ കൂടെ. എനിക്ക് മനസ്സിലായി. ട്രെയിനിലല്ലേ പർദേശി പർദേശി ജാനാ നഹീ. മക്കളെ ചായ വേണോ? ചായ ഒന്നും വേണ്ട മക്കളെ. മക്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം എത്ര ചായ ഞാൻ കുടിക്കും? അങ്ങനെയൊക്കെ ചോദിക്കണേ കാര്യമുണ്ട്. എത്ര ചായ കുടിക്കും? അങ്ങനെ നീ കൃത്യമായിട്ടൊന്നും പറഞ്ഞൂടാ. എന്നാലും ഏകദേശം ഒരു 9-10 ചായ കുടിക്കുമായിരിക്കും. അയ്യോ 10 ചായ ഞാൻ കുടിക്കൂ? ചിലപ്പോ കുടിക്കും. എന്തിന്റെ മാമ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അല്ല, എന്റെ ശരീരമാണ് കണ്ട വീർത്ത് വയറൊക്കെ ചാടി വരണം, അതുകൊണ്ട് ചോദിച്ചതാണ്. മാമ ഇനി എന്നെ കളിയാക്കുക തന്നെ. ഞാൻ എന്തിനു മക്കളെ കളിയാക്കണത്? മാമ ഉണങ്ങിയല്ലേ ഇരിക്കണത്. ആ ഉണങ്ങി എന്റെ വയറ് നോക്കണേ. വയറൊന്നും കുഴപ്പമൊന്നുമില്ല മാമ. അതെന്ത്? അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് കൊടവയറെന്നൊക്കെ പറഞ്ഞ ഒരു അന്തസ്സ്, ഒരു അഭിമാനമാണ് മാമ. അല്ല, എന്റെ ഈ വയറ് ചാടി കിടക്കണുണ്ട്. എന്നെ പലരും കളിയാക്കി തുടങ്ങി മക്കളെ. ആര് കളിയാക്കിയത്? രാമേട്ടനാ? അതെ, പിങ്കി കൂടെ സപ്പോർട്ട് രാമൻ. പിങ്കി കളിയാക്കിയ? ഓ, അപ്പൊ അതിനാണ് ഈ ചായയുടെ കണക്കൊക്കെ ചോദിക്കണം മാമൻ. ഞാൻ വിചാരിക്കണേ ചായ കൂടി അങ്ങ് നിർത്തി കളഞ്ഞാണ്ട്. ആ പെണ്ണ് മന്ദബുദ്ധി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. മക്കളെ, എന്റെ ആയ കാലത്തെ ഞാൻ ഉരുക്ക് പോലെ ഇരുന്നതാണ്. ഇപ്പൊ നോക്ക്, വയറും ചാടി ആകെ വൃത്തിയിട് മക്കളെ. അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവേ. മാമ ഈ പ്രായത്തിൽ എക്സസൈസ് ചെയ്യാൻ പോണ? എന്ത്? എനിക്ക് അറിഞ്ഞൂടാ മാമ, എന്തോന്നൊക്കെ കാണിക്കണമെന്ന്. മക്കളെ, പിന്നെ ഒരു കാര്യം, അത് കഴിയും മാമ, ഇത് തിന്നു മാമ എന്നൊക്കെ പറഞ്ഞു ഓരോന്ന് കൊണ്ടുവരല്ലേ. കൊണ്ടുവരുമ്പോ എനിക്ക് കൊതി വന്നു പോകും മക്കളെ. ഞാൻ അതുകൊണ്ട് മാറ്റി തിന്നുകയും ചെയ്യും. അപ്പൊ മാമ ഡയറ്റ് ചെയ്യാൻ പോണ? ഓ മാമ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വല്ല ആരോഗ്യ പ്രശ്നം വരും, ഞാൻ പറഞ്ഞേക്കാം. അത് മാത്രല്ല, ഈ പിങ്കി ഇതൊക്കെ വന്ന് പറയണ എന്തിനെന്നറിയാവോ? മാമൻ കഴിക്കാതിരിക്കുമ്പോ ആ ഷെയറും കൂടെ അവക്ക് കിട്ടുമല്ലോ. അതിനാണ് അവളെ ഈ നമ്പറൊക്കെ ഇറക്കണത്. അത് വിശ്വസിച്ച് മാമ ഓരോ തീരുമാനം എടുക്കാൻ. എന്തിനാലും ശരിയല്ല.
ഞാൻ വയറ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇനി അതിൽ മാറ്റമൊന്നുമില്ല മക്കളെ. വയറ് കുറയ്ക്കാൻ തീരുമാനിച്ചു മക്കളെ. ആ ശ്ശേ, ഈ പിങ്കിക്ക് ഇത് എന്തിന്റെ കേടാണ്? നമുക്ക് ആരടുത്ത് എപ്പോൾ സംസാരിക്കണം എന്നൊരു ബോധമില്ലേ എന്തോ. മാമൻ്റെ അടുത്തൊക്കെ പറയേണ്ട ഡയലോഗാണ് അത്. കളി ഇച്ചിരി കൂടുന്നുണ്ട്. ഈ രാമണ്ണാണെങ്കിൽ പിന്നെ പണ്ടേ അങ്ങനെയാണ്. നമുക്കിത് എന്തിന്റെ കേടാണോ എന്തോ. പാവം മാമനാണെങ്കിൽ നല്ല വിഷമായെന്ന് തോന്നുന്നു. അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. പിങ്കി, അങ്കിളെ അങ്കിളെ എന്താടി അങ്കിള് വന്ന് വന്ന് തീരെ പഴഞ്ചനായിക്കൊണ്ടിരിക്കണേ. അതിന് വൃത്തിട്ട് ഓർത്തല്ലോ എന്റെ പറഞ്ഞത് മൊത്തം. വൃത്തിട്ട് ഓർത്താനോ? സത്യമല്ലേ? എന്താ സത്യം? അങ്കിള് ഗൾഫിൽ നിന്ന് വന്നപ്പോ എങ്ങനെയായിരുന്നു? നല്ല ഫ്രീക്കനായിട്ടല്ലേ വന്നത്? ഇപ്പൊ എന്തൊരു കുഴപ്പം? ഇപ്പൊ ഒരുമാതിരി കിളവന്മാരെ കണക്കായി. അതെന്തറിയാമോ, നിന്റെ അപ്പൻ കളവനില്ലേ, അങ്ങനെ അനീതി കല്യാണം ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത്. ഉടനെ എന്റെ അപ്പനായ കുറ്റം പാടഞ്ഞോ അടങ്ങി. ഓഹോ, ഇവിടെ ഇരിക്കുകയാണ്. ഓ ഇവിടെ ഇരുന്നാണോ നാഗം വെട്ടണത്? അത് താഴെ മൊത്തം ഇട്ടിരിക്കണം. നിങ്ങൾക്കൊന്നും പറയാല്ലേ? ഞാൻ എന്താ പറയാ? എടി, നാഗം വെട്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിന് ദോഷമാണെന്ന് അറിഞ്ഞൂടെ? അയ്യേ, അപ്പച്ചി എന്തോന്ന് അപ്പച്ചി ഒരുമാതിരി പഴഞ്ചൻ ചിന്താഗതി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെ കേട്ടാ. നിങ്ങൾ അപ്പച്ചിയുടെ കൂടി തന്നെ എങ്ങനെയായി? ഓഹോ, എടി, ഞാനും എന്റെ വീട്ടുകാരൊക്കെ കുറച്ച് പഴഞ്ചനാണ് കേട്ടാ. നീ വലിയ പരിഷ്കാരി വന്നേക്കണ്. കൊണ്ട് കൊടുത്ത് മാറ്റി വാങ്ങിക്കണം നീ. പിങ്കി, നീ തരത്തിന് പോയി സംസാരിക്ക കേട്ടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ല അപ്പച്ചി. നീ ഒന്നും പറയണില്ല. നീ ഇതുവരെയായിട്ട് പറയണ ഒന്നും ശരിയാവണില്ല പിങ്കി. എടി, അവള് കൊച്ചു കുട്ടിയല്ലേ, നീ അവൾ ഇത്ര വഴക്കുറഞ്ഞ എന്തോന്ന് എന്തോന്ന്? അവള് കൊച്ചു കുട്ടിയല്ലേ? കൊള്ളാം, നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടു. അതാണ് ഇങ്ങനെ വഷളായിക്കൊണ്ട് വരണത്. പിങ്കി, ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് നീ ആരോട് സംസാരിക്കണമെന്ന് ബോധം ലെവലേശം ഇല്ലാത്തൊരു പെണ്ണാണ് നീ. ഈ അപ്പച്ചി ഇത് എന്തോന്നൊക്കെ പറയണത്? എന്താണ് പ്രശ്നം? നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഇല്ല. എടി, ഞാൻ ആരാണ് നിന്റെ അപ്പച്ചി? അതറിയാമോ? ഞാൻ നിന്റെ കൂട്ടുകാരി ഒന്നല്ലല്ലോ. അല്ല. അപ്പൊ ആ ബഹുമാനം വേണം സംസാരിക്കുമ്പോ. നിങ്ങളടുത്ത് ബഹുമാനം ഉണ്ടോ അവക്ക്? നിനക്ക് ആർക്കെങ്കിലും ബഹുമാനം ഉണ്ടാ പിങ്കി? ഉണ്ട്. വളർന്ന് വരണം ഒരുമാതിരി ചക്കക്കുരു പോലെ. പിങ്കി, നിന്റെ ഈ അഹങ്കാരം കൂടി വന്നോണ്ടല്ലോ, നിന്റെ ഞാൻ പുറം അടിച്ചു പൊളിക്കാൻ പറഞ്ഞേക്കാം. ഞാൻ അഹങ്കരിച്ചില്ലല്ലോ. അയ്യോ, അഹങ്കാരത്തിന് കയ്യും കാലും എല്ലാം മുളച്ച് നിൽക്കുവാണ് നിന്റെ. വെട്ടിയരിയും ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നഖം വെട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? ഞാൻ നഖം വെട്ടണില്ലെങ്കിൽ വെട്ടടി. നീ വെട്ടി നിന്റെ നീളത്തിലുള്ള നാക്കുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് വെട്ടി ദൂരക്കണം. ഞാൻ ഒരു കാര്യം പറയാം. ഇനി എന്റെ അടുത്ത് മേലാ സംസാരിച്ചോണ്ട് വരല്ലേ കേട്ടല്ല? മേലാ സംസാരിച്ചോണ്ട് വരല്ലേ? അയ്യോ, അപ്പച്ചി അവള് കട്ട ടെററായി കേട്ടാ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്ത് സംഭവം? നീ എന്തോ കാണിച്ചവളത്? ഞാൻ ഒന്നും കാണിച്ചില്ല. നീ അവളത്ത് പോയി വഴക്കുണ്ടാക്കിയില്ലേ? എപ്പാ? പിന്നെ അവളൊന്ന് പറഞ്ഞതാ. എനിക്കറിയാം. നീ നാക്കിട്ടിട്ട് അവളെ നീ എന്തോന്ന് വിളിച്ചത് നേരത്തെ? ഞാൻ ഒന്നും വിളിച്ചില്ല. പിന്നെ അവള് അപ്പച്ചിയാണെന്നൊക്കെ ഓർമ്മിപ്പിച്ചതാ. എനിക്ക് തോന്നണതേ നിങ്ങളുടെ അടുത്തുള്ള ദേഷ്യം എന്റെ അടുത്ത് തീർത്തുന്നാണ്. അടിപാടി എന്റെ ദേഷ്യം നമ്മളല്ലേ തൊരിപ്പ് തന്നെ ഇരുന്നു. അവളെന്നോട് ചോദിച്ചല്ലേ തന്നെ എന്റെ അടുത്തും സ്വരൂപി തന്നെ ഇരുന്നത്. എന്നിട്ടേക്ക് ഇത്രയും പറഞ്ഞത് 3 ലോറി വഴക്ക് കൊണ്ട് ഇപ്പൊ ഇറക്കിട്ട് പോയത്. അങ്ങനെ പെട്ടെന്ന് പോയി സോൾവ് ചെയ്യും. ഇല്ലെങ്കിൽ ചിന്നോപ്പച്ചി പിടിച്ചാ കിട്ടൂലട്ടാ. അയ്യേ, എന്റെ അടുത്തൊന്നുമല്ല, നിന്റെ അടുത്ത് തന്നെ പ്രശ്നം. നിങ്ങളടുത്ത് തന്നെ പെട്ടെന്ന് പോ. എന്തുകൊണ്ടും ചോദിപ്പോ. എന്റെ അടുത്തൊന്നും അല്ല. നിങ്ങളടുത്ത് തന്നെ. നിന്റെ അടുത്ത് തന്നെ. പോ ചോദിച്ചു. ഞാൻ പോയി സോപ്പിട്ടിട്ട് പോയിട്ട്. നിന്റെ പ്രശ്നം തന്നെ. പക്ഷെ എന്റെ ആലോചിക്കാൻ നോക്കണം. അയ്യോ, ദൈവമേ, എന്തൊരു പ്രശ്നം. അങ്ങോട്ട് ചിന്നക്കുട്ടി ഉറങ്ങിയില്ലേ, പൊന്നുമോളെ ഉറങ്ങിയില്ലേ. നിങ്ങക്ക് കണ്ണു കണ്ടൂടെ? പയറ് പോലെ ഒന്ന് തുണി മടക്കിക്കൊണ്ടിരുന്നാണ്ടില്ലേ, എന്നിട്ട് ഉറങ്ങിയില്ലേ? ഞാൻ പാട്ട് പാടിയില്ലേ? അയ്യോ, എനിക്ക് മനസ്സിലായില്ല കേട്ടാ. നീ ഭയങ്കര കളിപ്പിലാണല്ലോ. എന്ത് എനിക്കിപ്പോ ഇങ്ങനെ സൗകര്യമുള്ളൂ. എടി, ഞാൻ നിന്നെ എന്തോ ചെയ്ത്? നിങ്ങൾ എന്തോ ചെയ്തെന്നാ? നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യാത്തത്? ഈ വീട്ടിൽ നിങ്ങൾ ചെയ്യണത് എല്ലാം അനാവശ്യമായ കാര്യങ്ങളാണ്. എന്നാ ഏതെങ്കിലും ആവശ്യമുള്ള ഒരു കാര്യം ചെയ്ത ചരിത്രം ഉണ്ടാ? മനുഷ്യന് മനസ്സിലാവണ ഭാഷ പറഞ്ഞേ കൊള്ളായിരുന്നു. ഏതാണാവോ നിങ്ങൾക്ക് മനസ്സിലാവണ ആ ഭാഷ? ഇവിടെ കേട്ടാ അങ്ങോട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ തമാശയൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. ആണല്ലോ. പക്ഷെ മനുഷ്യനെ ഹേർട്ട് ചെയ്യണ രീതിയിൽ തമാശ പറയില്ല, അത് മോശമാണ്. ഞാൻ ആർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്? നീ പറ.
നിങ്ങൾ എപ്പോഴാണ് ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ തമാശ പറയാത്തത്? ഞാൻ അങ്ങനെ പറയാറേ ഇല്ല. അയ്യോ ഇല്ലേ, നിങ്ങൾ ആ മാമയുടെ അടുത്ത് സംസാരിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. 24 മണിക്കൂറും മാമനെ കളിയായിക്കൊണ്ടേ ഇരിക്കും. നിങ്ങൾ പറയണ കേട്ട് കേട്ടാണ് മറ്റേ പെണ്ണ ഒരു ലൈസൻസ് ആക്കി എടുത്തത്. മറ്റേ പെണ്ണോ? അതേ പെണ്ണു. എത്ര പെണ്ണുങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇവിടെ? ഒന്ന്. അത് ഞാൻ അല്ലേ, ഓ വേറെ പെണ്ണ ഏതാണ്? എനിക്കറിഞ്ഞൂടെ. പിങ്കി നിങ്ങൾക്ക് അറിഞ്ഞു? ആ പിങ്കി നമ്മളെ പിങ്കി. ആ ഞാൻ അവളെ പറ്റിയാണ് പറയണത്. ആ അവളെന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞ കേട്ടോണ്ടാണ് അവൾ ഓരോരുത്തർക്ക് സംസാരിക്കണെന്ന്. ഞാൻ പറഞ്ഞിട്ടാണ് അവള് പറയണത്. ഞാൻ അച്ഛൻ്റെ തല്ലേ സംസാരിക്കുന്നത്. അതന്നെ, ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ പണ്ടേ അങ്ങനെയാണല്ലോ. ഞാൻ അച്ഛനെ പോയി സോപ്പൊന്നും ഇടാറില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് തോന്നണ പറയും, അച്ഛന് തോന്നണ എൻ്റെ അടുത്ത് പറയും. നമ്മളെ അങ്ങനെ ബന്ധമാണ്, പാടപ്പാടെ ബന്ധമാണ്. ചേട്ടാ ചേട്ടാ, നിങ്ങൾക്കത് സ്നേഹമായിരിക്കും, പക്ഷെ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അത് അത്ര നല്ല മാതൃകയല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരണത്. പറഞ്ഞാലും മനസ്സിലാവൂല എന്ന് പറഞ്ഞു. ചിന്നു, നമ്മൾ ആവശ്യമില്ലാത്തടത്ത് മാതൃകയാവാൻ പോണ എന്തിനെ? അയ്യോ, തീർന്നില്ല ഇതുവരെ വഴക്ക്? അത് നിന്റെ അടുത്ത് എപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തമ്മിലാണ് വഴക്കെന്ന്? നിങ്ങൾ തമ്മിലല്ലേ വഴക്ക്? അല്ല എന്നല്ലേ അവള് പറഞ്ഞത്. നിന്റെ പ്രശ്നം എന്തോന്നു? എനിക്കെന്ത് പ്രശ്നം? ഈ അപ്പച്ചി കൊള്ളാല്ല, ഓരോരോ മൂഡ് അനുസരിച്ച് ഓരോരുത്ത് വന്ന് ദേഷ്യപ്പെടും. എന്തോന്നത്? അയ്യോ, നിനക്ക് എന്നെ അങ്ങ് മടുത്ത? നീ എന്നെ കൊടുത്ത് മാറ്റിട്ട് വേറെ അപ്പച്ചയെ കൊണ്ടുവരണ? ഇല്ല. നിനക്ക് എന്താണ് പ്രശ്നം? എനിക്കായ പ്രശ്നം. അപ്പച്ചല്ലേ ദേഷ്യപ്പെടണം എന്റെ അടുത്ത്? നിന്റെ ദേഷ്യപ്പെട്ട നീ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാ? അതന്നെ, നീ ഒന്നും ചെയ്യില്ല, പിന്നെ ഉണ്ടാവാതിരി. എടി, എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ ദേഷ്യപ്പെടും, മനസ്സിലായ? നിനക്കത് പറ്റുമോ? അല്ല പറ്റൂലേ പറ. പറ്റൂലേ? പറ്റും. പറ്റോ? കൺഫ്യൂഷൻ ആക്കല്ലേ എന്നെ. ഒരു കാര്യം ചെയ്യാം. ഞാനല്ലേ നിനക്ക് ഇപ്പൊ പ്രശ്നക്കാരി. നീ ആവശ്യമുള്ളപ്പോ മാത്രം ഞാൻ നിന്റെ അടുത്തൊന്ന് മിണ്ടാടിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോളാം. ശരിയായല്ല? ഓക്കെ ആയല്ല? എന്തോന്ന് വർത്താനം അപ്പച്ചി പറയണേ? അപ്പച്ചി നിനക്ക് സമാധാനം? എവിടെ പോണ? നിനക്ക് സമാധാനം? എനിക്ക് സമാധാനം. നിനക്കിപ്പോ സമാധാനം? ഞാൻ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ല? ഇല്ല. നമ്മളിവിടെ സ്നേഹിച്ചിരുന്ന നമ്മളെ ഇവിടെ നീ ഇവിടെ ഒന്ന് കുണു സംസാരിച്ച് അവളെ പണക്കി വിട്ടപ്പോ നിന്റെ സമാധാനമായിരുന്നു. ഇങ്ങനെ ഉറച്ചു സംസാരിക്കണായിരുന്ന സ്നേഹം? പിന്നല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭ്രാന്തേനാ. നിന്റെ സൗഹൃദത്തിനെ സ്നേഹിക്കാൻ നമുക്ക് പോയില്ല. നമ്മളെ സൗഹൃദത്തിന് നമ്മൾ സ്നേഹിക്കുന്നത്. നിന്റെ സൗഹൃദത്തിനെ നീ സ്നേഹിക്കണം. നീ ആദ്യം പേര് പെണ്ണാട്ടണം. ഞാൻ ഒന്നും ചെയ്തില്ലെന്ന്. നിന്നെ ആര് എന്റെ ബെഡ്റൂം വിളിച്ച ഇറങ്ങി പൊടി. എന്നിട്ടിപ്പോ നിങ്ങളെല്ലാം ഇറങ്ങി പോണേ? ഇറങ്ങി പൊടി. ശരിയാണല്ലോ അത്. ഇറങ്ങി പോ. നീ എന്ത് കഷ്ടം. അത് കലക്കടിച്ചിന്നു. നീ ചൊറഞ്ഞു കയറ്റിയപ്പോഴേ അവളെ കണ്ണാ കാണണം. അവളെ ഉണ്ട കണ്ട വെളിയിൽ തള്ളി ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് ഇങ്ങനെ വേണം. നീ കളി അടിച്ചായിരുന്നല്ലോ, നമുക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ കളി അടിച്ച് നിങ്ങൾക്ക് എന്റെ മോൻ കണ്ടിട്ട് അങ്ങനെ തോന്നിയ? ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. കിണിച്ചോണ്ട് വന്നേക്കണം. സീരിയസ് ആയിട്ടാ പറഞ്ഞത്? പിന്നെ അല്ലാതെ കീഴായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. അതിന് നിങ്ങളാണല്ലോ വളം വെച്ച് കൊടുക്കണത്. 2 എണ്ണത്തിനും കൊടുക്കണം. നല്ല വലിയാണ്. ഇത് അന്വേഷിക്കാനാണ് ഇങ്ങോട്ട് കയറി വന്നത്. എന്തെങ്കിലും സഹായിക്കാന്ന് ചോദിച്ചു. അപ്പൊ സഹായിക്കും. ഇല്ല, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓരോ കോമഡി പീസുകളുണ്ട് ഈ വീട്ടിൽ. നീ വിജയഗണനൊന്നുമല്ല കേട്ടോ. അവള് മുട്ടൻ കലിപ്പാണ്. അത് കളി കളിച്ചൊന്നുമല്ല. നീ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമില്ല. പോ അങ്ങോട്ട്. അപ്പച്ചിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളെ ഒന്നുമില്ലെങ്കിൽ എന്നെ കുഞ്ഞിലെ മുതൽ എടുത്ത് വളർത്തിയല്ലേ. തന്നെ നീ ഓടി ചെന്ന് ചാടി ഒക്കത്ത് കയറി കൊടുക്കും. അവളെന്റെ ചെവളയെ കുത്തി കയറി വരഞ്ഞ് ഉപ്പ് മുളകും തേച്ചിട്ട് പുരട്ടിയിട്ട് എണ്ണയിട്ട് വറുത്തെടുക്കും. അപ്പൊ കാണാം. ഒന്ന് പോ, ഞങ്ങളെ പഠിപ്പിക്കാതെ. ഞാൻ പോയി ചോദിക്കട്ടെ. ഞാൻ പണക്കം മാറ്റിപ്പോ മാറ്റണേ. തവിയിട്ട് മണ്ട അടിക്കണ കാണാൻ ഞാൻ കൂടെ അങ്ങോട്ട് പോവാം. അപ്പച്ചി 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 മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണെ നീ ചുണ്ടിൽ തേൻമൊഴിയോ തേങ്ങലോ. അപ്പച്ചിക്ക് ഒരു കാര്യം അറിയോ അപ്പച്ചി? അപ്പച്ചിക്ക് ദേഷ്യം വരുമ്പോഴേ കാണാൻ എന്തൊരു ലുക്കാണെന്നറിയാമോ?
തൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ചുമന്ന് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സത്യം ഞാൻ ചേർന്നേര് കാണിച്ചാടെ നീ ഇന്നെ അടുത്ത് പോകുന്നു. എന്റെ കണ്ടിട്ട് എറിഞ്ഞു എന്തെങ്കിലും. അത് ഞാൻ ചേട്ടനല്ലേ അറിയാ ഉദ്ദേശിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്, കിടില ഉന്ന വരുന്ന കേട്ടോ. ആ നീറിന് കണ്ണ്. ആ നീറിന് എന്തിനാ മുളകായിരുന്നാ? ആ മുളകായിരുന്നു. കഴുക മോൻ കഴുകു. അയ്യോ പാവം, എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ അറിയാൻ പോയതാണ്. കാണിച്ചത് അവിടെ നിന്നോ ഞാൻ കാണിച്ചു. രണ്ടാമത് എറിഞ്ഞാടി. രണ്ടാമത് എറിഞ്ഞാടി. ചേട്ടൻ എല്ലാവരെയും വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നിക്കണം. എന്തിന് നിന്നെ നിന്റെ കണ്ണിൽ പിടിച്ചിട്ടേക്കണല്ലോ. നിന്റെ കണ്ണിൽ പിടിച്ചിട്ടേക്കണല്ലോ. മുളകും തീർന്നു പോയി. ചേട്ടനൊന്നും തോന്നല്ലേ ചേട്ടാ, അവളെ പിടിച്ചു പോയി. എന്റെ കണ്ണിൽ എരി കൂടപ്പോ അയ്യോ അങ്കിൾ അങ്ങനെ പിടിച്ചോ. 3, 1, 2, 3. പിടിക്കണ്ടേ അവളെ? അയ്യോ എന്റെ ദേഹത്താണ് അറിയണത്. അപ്പോ 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 എന്താടി എന്തോ നിറന്ന് കാണിക്കണേ? ഞാൻ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്ന നീ കണ്ടില്ലേ? എന്തിനാ എക്സസൈസ് ചെയ്യണേ? നേരിട്ട് പറഞ്ഞു എനിക്ക് വയറ് ചാടി. ഓ ഇവിടെ എല്ലാത്തിനും ഭ്രാന്താണ്. എന്റെ പൊന്നപ്പൂ, അത് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. ഈ വയറാണ് അപ്പൂന്റെ ഐശ്വര്യം. ആഹാ, നീ പറഞ്ഞത് ഞാൻ അത് കാര്യത്തിലെടുത്ത്. ഇനി മുതൽ ഞാൻ ആഹാരത്തിൽ നല്ല കൺട്രോൾ ചെയ്യും. അനാവശ്യമായിട്ടുള്ള ചായ കുടിയില്ല. നോക്ക്, എന്റെ ആരോഗ്യം നോക്കാം. അപ്പൊ കള്ളുടിയോ? കള്ളുകൂടിയില്ല. ഇല്ലേ? എന്റെ പൊന്നപ്പൂ, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതും ചെയ്തോണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോനും മരുമോളും കൂടെ ഇപ്പൊ ചാവും. എന്തിന്? എനിക്ക് അറിഞ്ഞൂടെ എന്തിനോ കിടന്ന് പൊരിഞ്ഞ വഴക്ക് അവിടെ. എന്റെ പൊന്നെ, ഇവരെ കൊണ്ട് ഞാൻ തോറ്റല്ലേ. ഇവനെ ഇന്ന് ഞാൻ കടപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. ഇവൻ എന്തൊരു കാണി. ഇവന്റെ ഇതെന്താടാ? ഇതൊക്കെ എന്താടാ? നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാ അവിടെ ദേഹത്ത് കൈ വയ്ക്കില്ലെന്ന്. പറഞ്ഞിട്ടുണ്ടോടാ? പറഞ്ഞാ ഞാനൊന്നും ചെയ്തില്ലെന്ന്. നീ ചെയ്തില്ലേ? അച്ഛൻ ഞാനല്ല ഇവളെ അവളത്ത് വഴക്കുണ്ടാക്കിയപ്പോ അവളത്ത് വഴക്കുണ്ടാക്കിയപ്പോഴേ അവളെ അടിക്കുമ്പോ ഇവളാണ് അവളത്ത് വഴക്കുണ്ടാക്കി. അല്ല ഞാൻ ഒന്നും ചെയ്തില്ല. നീ എന്തൊരു ഭാഷയാടാ പറയണത്? അച്ഛൻ ഇവളെന്നെ അടിച്ചാ. നിനക്ക് നാണല്ലേടാ അവളെ തല്ലുള്ള. അങ്ങനെ ചോരപ്പോ അത് ഇവിടെ എന്തൊരു പ്രശ്നം നടന്നത് ഇവിടെ? ഇവിടെ വഴക്കൂടെ എന്തൊരു കാരണം? ഓഹോ, ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ. മാമല്ലേ രാവിലെ ഒന്ന് പറഞ്ഞത് പിങ്കി കളിയാക്കി എനിക്ക് വിഷമമായെന്നൊക്കെ. അത് തന്നെ ഞാൻ ചോദിച്ചത്. അതാണ് ഇത്രയും കൊണ്ട് എത്തിച്ചത്. അതായിരുന്നാ കാരണം? നിനക്കൊന്നും അറിഞ്ഞൂടാ. അപ്പം അറിഞ്ഞില്ല. എന്റെ നേരത്തെ പറയാത്തത് എന്തിനു പറയണം? എന്റെ പൊന്നപ്പച്ചി, ഞാൻ ഇതുപോലെ കളിയാക്കിയോണ്ടാണ് അപ്പൊ ഇപ്പൊ കള്ളുകൂടി നിർത്താൻ സമ്മതിച്ചതും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എക്സസൈസ് ഒക്കെ ചെയ്ത്. അറിയോ മക്കളെ, ഇവരെന്നെ കളിയാക്കിയപ്പം ആദ്യം എനിക്ക് വലിയ പ്രയാസം തോന്നി. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഇത് നല്ലതാണ്, വയറൊക്കെ കുറച്ചാ കൊള്ളാൻ തോന്നി. പിങ്കി, അപ്പൊ നിന്നെ കളിയാക്കലോണ്ട് ഗുണമാണ് ഉണ്ടായതല്ലേ? പിന്നല്ലാണ്ട്. അപ്പച്ചി ഇത് അറിഞ്ഞില്ലല്ലോ. നീങ്ങി വാ. അടി സോറി അടി. എടിയടി പരട്ട അലവലാദികളെ, ഇത്ര എന്നെ ചെയ്തു വെച്ചിട്ട് നീയൊക്കെ ഇപ്പൊ ഒന്നായി നിൽക്കണല്ലേ?
എനിക്കിപ്പോ സെറ്റ് ഇതൊക്കെ ദാദ്യം മുളകത്ത് നിന്റെ കണ്ണിലാണ് തേച്ച് തരേണ്ടത്. ഡാ നീ ആവശ്യമില്ലാത്തടത്ത് വലിഞ്ഞേറി പോണെന്തിന്? വലിഞ്ഞേറി പോയാലും പോലെ അതിനെ കുറ്റം പറയണം. ഞാനാ വലിഞ്ഞേറി പോയത്. എന്നാരേ അച്ഛന്റെ വയറല്ലേ എന്നല്ല കാരണം. ഒരു കാര്യം ചെയ്യും മുളക് അച്ഛന്റെ കണ്ണിൽ കയറ്റും. കണ്ണു നീർന്നു കാണിച്ചത് എന്റെ പൊന്നെ. വെള്ളോട് പിങ്കി കണ്ണു നീറും പൊടി. പോട്ട് പോട്ട് തേച്ചോട് തേച്ചോട്. നിന്റെ കയ്യിൽ മുളകുണ്ടോ? എന്റെ അമ്മച്ചി നീർന്ന് അത് പിങ്കിയുടെ കയ്യിൽ കുറച്ച് മുളകുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തെന്ന് കാണിക്കുന്നത്?